സ്നേഹത്തിൻ്റെ ഏഴാമത്തെ ഫലം അന്യനെ സ്നേഹിക്കുമ്പോൾ ലഭിക്കുമെന്ന് റോമർ 13:8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടുമൊന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ലേവ്യപുസ്തകം 19:18 നമുക്കിത് ദർശിക്കാം. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. 10 കൽപ്പനയിലെ നിയമങ്ങളായ വ്യഭിചാരം, കുലപാതകം, മോഷണം, മോഹം എന്നിവ 4 ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങളാണ്. ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയെ ഒരുപോലെ തകർക്കുന്ന ഇവ ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മിൽ ഇറങ്ങി വസിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് അഷ്ടസൗഭാഗ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗ്യാവസ്ഥ അനുഭവവേദ്യമാകും. ഇതുതന്നെയാണ് വിശുദ്ധ കുർബാനയിലൂടെയും ലക്ഷ്യമിടുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രയെന്ന് സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ല ശമരിയക്കാരനായ ക്രിസ്തു ന്യായശാസ്ത്രിക്ക് പറഞ്ഞുകൊടുത്ത ഉപമയിലെ കൂട്ടുകാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളിലെ 4 കൽപ്പനകളും അനുബന്ധ കൽപ്പനകളും എത്ര വേഗം പാലിപ്പാൻ ഇത് വഴിയൊരുക്കുന്നു. നല്ല ശമരിയക്കാരനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും സ്നേഹത്തിൻ്റെ ഫലവും അപ്പോൾ നമ്മിൽ നിറയും. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ നമ്മിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.